ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 707 സന്ദേശം. ഇപ്പം നമ്മളിവിടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന ഈ സന്ദേശം ഇപ്രകാരമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയുകയാണ്, നീയും ഞാനുമായിട്ട് ഇത്രമാത്രം ഗാഢമായിട്ട് ഐക്യപ്പെട്ടിരിക്കാൻ കാരണം നീ എന്നെ സ്നേഹിക്കുന്നത് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, കൃപകൾക്ക് വേണ്ടിയിട്ടല്ല, ദാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് എൻ്റെ ഇഷ്ടം നിറവേറുന്നതിന് വേണ്ടിയിട്ടാണ് നീ ആഗ്രഹിക്കുന്നത്. നിന്റെ ജീവനേക്കാൾ നിനക്ക് ശ്രേഷ്ഠമായിട്ടുള്ള അതുകൊണ്ടാണ് മറ്റൊരു സൃഷ്ടിയോടും ഇല്ലാത്ത വിധം നിന്നോട് ഗാഢമായി ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നത് ദാനങ്ങൾക്കും കൃപകൾക്കും വേണ്ടിയല്ല, മറിച്ച് എൻ്റെ ഇഷ്ടമാണ് നിനക്കിപ്പോൾ നിന്റെ ജീവനേക്കാൾ പ്രധാനപ്പെട്ടതെന്ന് വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് എല്ലാ എല്ലാറ്റിനെയും കാൾ ഞാൻ നീയുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി തീരുമ്പോൾ അവിടെ അകലങ്ങളില്ല. ദൈവത്തിൻ്റെ പരിഗണന നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ പരിഗണനയായി തീരുമ്പോൾ അവിടെ അകലങ്ങളില്ല. നമ്മുടെ സ്വാർത്ഥതയ്ക്കും നമുക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ നിന്നും എല്ലാം മാറി എന്നെക്കുറിച്ചുള്ള ദൈവഹിതത്തിൽ പരിപൂർണമായിട്ട് ഞാൻ ശരണപ്പെടുകയാണെങ്കിൽ, കാരണം അവൻ്റെ പദ്ധതിയാണ് എന്നെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ പദ്ധതി എന്ന് ബോധ്യം കിട്ടുമ്പോൾ, എൻ്റെ ഇഷ്ടത്തെ കഴിഞ്ഞും അവൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളത് തന്നെ എൻ്റെ പരിഗണനയായിട്ട് മാറും. എൻ്റെ സ്വാർത്ഥത പോലും ദൈവഹിതം നിറവേറ്റുക എന്നുള്ളത് തന്നെയായിട്ട് മാറും. കാരണം എന്താ, എൻ്റെ സ്വാർത്ഥതയിൽ നിന്ന് പോലും ഞാനിങ്ങനെ ചിന്തിക്കുകയാണെന്ന് കരുതുക, എന്നെക്കുറിച്ച് എൻ്റെ ദൈവം കാണുന്ന സ്വപ്നമാണ് എനിക്ക് എന്നെക്കുറിച്ച് കാണാൻ പറ്റുന്നതിനേക്കാൾ വലിയ സ്വപ്നമെന്ന് കരുതുമ്പോഴും നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് നമുക്ക് സംഭവിക്കണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ എൻ്റെ സ്വാർത്ഥത പോലും ദൈവഹിതം നിറവേറ്റുന്നതായിട്ട് മാറും. എപ്പോഴാണ് ഈ ശ്രേഷ്ഠമായ ഒരു വിശ്വാസവും ശ്രേഷ്ഠമായ ഒരു ബോധ്യവും ഈ ശ്രേഷ്ഠമായ ഒരു സ്നേഹത്തിൻ്റെ ഉറപ്പും നമുക്കുണ്ടെങ്കിൽ, എൻ്റെ കർത്താവ് എനിക്ക് നാശമൊന്നും വരുത്തുകയില്ല, എൻ്റെ കർത്താവ് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതെൻ്റെ നാശത്തിനല്ല, ക്ഷേമത്തിനും ശോഭനമായ ഭാവിക്കും വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ ഒന്നും വേണ്ട, നിൻ്റെ ഹിതം നിറവേറട്ടെ. ഞാൻ സ്വാർത്ഥമായിട്ട് ആഗ്രഹിക്കുവാണേലും അവിടെയും നിൻ്റെ ഹിതം മാത്രം നിറവേറട്ടെ. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.